വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹം ഭി തോ കുച്ച് ദേനാ സീഖേ എന്ന കവിത വളരെ എളുപ്പത്തിൽ പഠിക്കാം. ആദ്യം കവിതയുടെ ഒരു ചെറിയ പരിചയം നോക്കാം. അതിനുശേഷം ഓരോ വരിയും മലയാളത്തിൽ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യാം. അവസാനം കവിതയുടെ സമ്മറിയും പ്രധാനപ്പെട്ട ശബ്ദാർത്ഥങ്ങളും നോക്കാം. തുടങ്ങാം. ആദ്യം നമുക്ക് ഈ കവിതയുടെ ടൈറ്റിൽ നോക്കാം. ഹം ഭി തോ കുച്ച് ദേനാ സീഖേ. അതിൻ്റെ അർത്ഥം നമുക്കും എന്തെങ്കിലും നൽകാൻ പഠിക്കാം എന്നാണ്. ഈ കവിതയിൽ കവി പറയുന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. നമ്മുടെ ദേശവും പ്രകൃതിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ നമ്മളും മറ്റുള്ളവർക്ക് സഹായവും നന്മയും നൽകാൻ പഠിക്കണമെന്ന് കവി പറയുന്നു. ഇനി നമുക്ക് കവിത ഒന്ന് വായിച്ചു നോക്കാം. ഹം ഭി തോ കുച്ച് ദേനാ സീഖേ. എഴുതിയത് ഗോപാൽ കൃഷ്ണ കൗൾ. ദേശ് ഹമേ ദേതാ ഹൈ സബ് കുച്ച്, हम भी तो कुछ देना सीखें. सूरज हमें रोशनी देता, हवा नया जीवन देती है. भूख मिटाने को हम सब की धरती पर होती खेती है. औरों का भी हित हो जिसमें हम ऐसा कुछ करना सीखें. पथिकों को जलती दोपहर में पेड़ सदा देते हैं छाया. खुशबू भरे फूल देते हैं हमको नव फूलों की माला. त्यागी तरुओं के जीवन से हम भी तो कुछ जीना सीखें. जो अनपढ़ है उन्हें पढ़ाएं, जो चुप है उनको वाणी दें. जो पिछड़े हैं उन्हें बढ़ाएं, प्यासी मिट्टी को पानी दें. हम मेहनत के दीप जलाकर नया उजाला करना सीखें. लाइन बाय लाइन एक्सप्लेनेशन നോക്കാം. ദേശ് ഹമേ ദേതാ ഹൈ സബ് കുച്ച്. നമ്മുടെ രാജ്യം നമുക്ക് എല്ലാം നൽകുന്നു എന്നാണ് കവി പറയുന്നത്. ഹം ഭി തോ കുച്ച് ദേനാ സീഖേ. നമുക്ക് ലഭിക്കുന്നത് പോലെ മറ്റുള്ളവരെ സഹായിക്കുകയും നന്മ ചെയ്യുകയും വേണം. സൂരജ് ഹമേ റോഷ്നി ദേത്താ. സൂര്യൻ്റെ വെളിച്ചം കൊണ്ടാണ് നമുക്ക് ചുറ്റുപാടുകൾ കാണാനും പല കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്നത്. ഹവാ നയാ ജീവൻ ദേത്തി ഹേ. ശ്വസിക്കാൻ ആവശ്യമായ വായു നമുക്ക് ജീവിക്കാൻ സഹായിക്കുന്നു. ഭൂഖ് മിട്ടാനെ കോ ഹം സബ് കി. നമ്മുടെ എല്ലാവരുടെയും വിശപ്പ് മാറുന്നതിനായി ധർത്തി പർ ഹോത്തി ഖേത്തി ഹേ. കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് ഭക്ഷണം ലഭിക്കുന്നു. ഓരോ കാ ഭി ഹിത് ഹോ ജിസ്മേ. മറ്റുള്ളവർക്ക് പ്രയോജനം ലഭിക്കുന്ന. ഹം ഏസാ കുച്ച് കർണ സീഖേ. നമുക്ക് മാത്രം പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം. ഈ പാരഗ്രാഫ് പറയുന്നത് നമ്മുടെ രാജ്യവും പ്രകൃതിയും നമുക്ക് പലതും നൽകുന്നു. സൂര്യൻ നമുക്ക് പ്രകാശവും വായു പുതിയ ജീവിതവും നൽകുന്നു. നമ്മുടെ വിശപ്പ് മാറ്റാനായി ഭൂമിയിൽ കൃഷി നടക്കുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് പ്രയോജനം ലഭിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ നാമും പഠിക്കണമെന്നാണ് കവി പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫ്. പഥികോ കോ ജൽത്തി ദോപഹർ മേ. കത്തുന്ന ഉച്ചവെയിൽ യാത്രക്കാർക്ക് പേട് സദാ ദേത്തേ ഹേ ഛായ. ചൂടിൽ യാത്ര ചെയ്യുന്നവർക്ക് മരങ്ങൾ തണൽ നൽകി ആശ്വാസം നൽകുന്നു. ഖുശ്ബൂ ഭരേ ഫൂൽ ദേത്തേ ഹേ. സുഗന്ധം നിറഞ്ഞ പൂക്കൾ നൽകുന്നു. ഹംകോ നവ് ഫൂലോं की മാല. പൂക്കൾ അവയുടെ സൗന്ദര്യവും സുഗന്ധവും നമുക്ക് നൽകുന്നു. അവ ഉപയോഗിച്ച് മാലയും ഉണ്ടാക്കാം. ത്യാഗി തരുവോं के जीवन से. മരങ്ങൾ സ്വന്തം കാര്യം മാത്രം നോക്കാതെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പലതും നൽകുന്നു. ഹം ഭി തോ കുച്ച് ജീനാ സീഖേ. സ്വാർത്ഥരാകാതെ മറ്റുള്ളവർക്കായി ജീവിക്കാനും ത്യാഗം ചെയ്യാനും മരങ്ങളിൽ നിന്ന് പഠിക്കണം. ഈ പാരഗ്രാഫിൽ പറയുന്നത് കൊടും ചൂടുള്ള ഉച്ച സമയത്ത് യാത്രക്കാർക്ക് മരങ്ങൾ തണൽ നൽകുന്നു. സുഗന്ധമുള്ള പൂക്കൾ നമുക്ക് സന്തോഷം നൽകുന്നു. മരങ്ങൾ സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും പലതും നൽകുകയും ചെയ്യുന്നു. അതിനാൽ മരങ്ങളുടെ ത്യാഗവും നിസ്വാർത്ഥതയും കണ്ട് നാമും മറ്റുള്ളവർക്കായി ജീവിക്കാൻ പഠിക്കണമെന്ന് കവി പറയുന്നത്. തേർഡ് പാരഗ്രാഫ്. ജോ അൻപഡ് ഹേ ഉൻഹെ പഠായേ. വിദ്യാഭ്യാസം ലഭിക്കാത്തവരെ പഠിക്കാൻ സഹായിക്കണം. ജോ ഗൂംഗേ ഹേ ഉൻകോ വാണി ദേ. ഗൂംഗ എന്ന് വെച്ചാൽ സംസാരിക്കാൻ കഴിയാത്തവർ. ഇവിടെ ഗൂംഗ എന്നത് സംസാരിക്കാൻ കഴിയാത്തവരെ മാത്രമല്ല, സ്വന്തം അവകാശങ്ങൾ പറയാൻ കഴിയാത്തവരെയും സൂചിപ്പിക്കുന്നു. അവരെ സഹായിക്കുകയും അവരുടെ ശബ്ദമാകുകയും വേണം. ജോ പിछड़े हैं
ഉൻഹെ ബഢായേ. സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്നവർക്ക് സഹായവും അവസരങ്ങളും നൽകി അവരെ പുരോഗതിയിലേക്ക് നയിക്കണം. പ്യാസി മിട്ടി കോ പാനി ദേ. വെള്ളമില്ലാത്ത വരണ്ടുപോയ മണ്ണിൽ വെള്ളം നൽകി അതിനെ വീണ്ടും ടൈലാക്കി എടുക്കണം. പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന ആശയവും നൽകുന്നു. ഹം മെഹനത് കെ ദീപ് ജലാക്കർ. കഠിനാധ്വാനം, പരിശ്രമം, നല്ല പ്രവൃത്തികൾ എന്നിവയിലൂടെയാണ് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുത്തേണ്ടത്. നയാ ഉജാല കർണ സീഖേ. നമ്മുടെ പരിശ്രമവും നല്ല പ്രവൃത്തികളും സമൂഹത്തിൽ പുതിയ പ്രതീക്ഷയും പുരോഗതിയും കൊണ്ടുവരണം. ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ സമ്മറി: വിദ്യാഭ്യാസം ലഭിക്കാത്തവരെ പഠിപ്പിക്കണം, സംസാരിക്കാൻ കഴിയാത്തവരെ സഹായിക്കണം, പിന്നാക്കം നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരണം, ദാഹിച്ച മണ്ണിന് വെള്ളം നൽകണം. കഠിനാധ്വാനത്തിലൂടെ സമൂഹത്തിന് പുതിയൊരു പ്രകാശവും പുരോഗതിയും കൊണ്ടുവരാൻ നാമും ശ്രമിക്കണം എന്നാണ് കവി പറയുന്നത്. മൊത്തത്തിലുള്ള ആശയം എന്താണെന്ന് പറഞ്ഞാൽ, പ്രകൃതിയും രാജ്യവും നമുക്ക് പലതും നൽകുന്നത് പോലെ നമ്മളും മറ്റുള്ളവർക്ക് നന്മയും സഹായവും നൽകിക്കൊണ്ട് നിസ്വാർത്ഥമായി ജീവിക്കാൻ പഠിക്കണം. ഇനി വേർഡ് മീനിങ്സ് നോക്കാം. ദേശ് രാജ്യം, സബ് കുച്ച് എല്ലാം, സൂരജ് സൂര്യൻ, റോഷിനി പ്രകാശം, ഹവ വായു, നയാ പുതിയ, ജീവൻ ജീവിതം, ഭൂഖ് വിശപ്പ്, മിട്ടാന മാറ്റുക, ധർത്തി ഭൂമി, ഖേത്തി കൃഷി, ഓറോ മറ്റുള്ളവർ, ഹിത്ത് നന്മ, ഏസ ഇത്തരത്തിലുള്ള, പഥിക് യാത്രക്കാരൻ, ജൽത്തി ദോപഹർ കൊടും ചൂടുള്ള ഉച്ച, പേഡ് മരം, സദാ എപ്പോഴും, ഛായ തണൽ, ഖുശ്ബു സുഗന്ധം, ഫൂൽ പൂവ്, നവ് പുതിയത്, ധ്വനി ശബ്ദം, പിഛിടെ പിന്നാക്കം നിൽക്കുന്നവർ, ബഢാന മുന്നോട്ട് കൊണ്ടുവരിക, പ്യാസി ദാഹിച്ച്, മിട്ടി മണ്ണ്, പാനി വെള്ളം, മെഹനത്ത് കഠിനാധ്വാനം, ദീപ് ദീപം, ജലാന തെളിക്കുക, ഉജാല പ്രകാശം, മാല മാല, ത്യാഗി ത്യാഗി, തരു മരം, ജീവൻ ജീവിതം, അൻപഡ് വിദ്യാഭ്യാസമില്ലാത്തവർ, ഗൂംഗെ സംസാരിക്കാൻ കഴിയാത്തവർ. ഇത് ചില ഇമ്പോർട്ടൻറ്റ് ഫ്രേസസ് ആണ്. ഭൂഖ് മിട്ടാന വിശപ്പ് മാറ്റുക, ഓറോം കാഹിത് മറ്റുള്ളവരുടെ നന്മ, ജൽത്തി ദോപഹർ കൊടും ചൂടുള്ള ഉച്ച, ഖുശ്ബു ഭരേ ഫൂൽ സുഗന്ധം നിറഞ്ഞ പൂക്കൾ, ത്യാഗി തരു ത്യാഗിയായ മരം, പഠാന പഠിപ്പിക്കുക, വാണി ദേന സംസാരിക്കാൻ അവസരം നൽകുക, പിഛിടോം കോ ബഢാന പിന്നാക്കം നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരിക, പ്യാസി മിട്ടി ദാഹിച്ച് അല്ലെങ്കിൽ വരണ്ട മണ്ണ്, മെഹനത് കെ ദീപ് ജലാന കഠിനാധ്വാനത്തിലൂടെ പുതിയ പ്രകാശം കൊണ്ടുവരിക.